ജാതിമത ഭേദമന്യേ യുഎഇയിലെ പ്രത്യേകിച്ച് ഫുജൈറയിലെ ഇന്ത്യൻ സമൂഹത്തിനും ഒട്ടേറെ നന്മകൾ ചെയ്യാൻ ഈ 56-കാരന് സാധിച്ചു. ഹരിതാപം നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് 15 വർഷം മുൻപ് കടന്നുവന്ന പനി പിന്നീട് പുത്തൂരിന്റെ കരൾ വരെ കവർന്നെടുത്തു. മഞ്ഞപ്പിത്തമെന്നറിയാതെ മലേറിയയ്ക്കുള്ള ചികിത്സ കൂടുതൽ ഗുരുതരമാക്കി. ലണ്ടനിലെ കിങ്സ് കോളേജ് ആശുപത്രിയിൽ വർഷങ്ങൾ നീണ്ട ചികിത്സ. കരളിന്റെ പ്രവർത്തനം 75% നിലച്ചതിനാൽ പുത്തൂരിന്റെ ജീവിതത്തിന് 1 വർഷത്തെ ആയുസ്സേ ഉള്ളൂവെന്ന് ലോകപ്രശസ്ത കരൾ വിദഗ്ധർ വിധി എഴുതി. കരൾ മാറ്റിവെക്കൽ മാത്രമായിരുന്നു ഏക പോംവഴി. അനുയോജ്യമായ കരൾ തേടിയുള്ള യാത്രയും നൂലാമാലകളും മനമെടുപ്പിക്കുന്ന കൗൺസലിംഗും. വീണ്ടെടുക്കാനാവും എന്നുറപ്പില്ലാത്ത ഒരു ജീവിതത്തിനായി കരൾ സ്വീകരിക്കാൻ പുത്തൂരും പകുത്തു നൽകാൻ തയ്യാറായി ഒരു മലയാളി വനിതയും. മാർച്ച് 5 എന്ന ശസ്ത്രക്രിയ തീയതിക്കുള്ള കാത്തിരിപ്പിനിടയിൽ ഫെബ്രുവരി 24 പുലർച്ചെ പുത്തൂരിനെ തേടി ഒരു ടെലിഫോൺ കോൾ. ദൈവത്തിന്റെ ഇടപെടൽ പോലെ. മാർച്ച് 5-ാം തീയതി ആയിരുന്നു കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ, ലണ്ടനിലെ പ്രസിദ്ധ വളരെ പഴയ ഒരു ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ 5-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഏൽക്കുകയും അതിനുവേണ്ട എല്ലാ എൻ്റെ ഡോണർക്കും എനിക്കും വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തു. അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോഴാണ് 24-ാം തീയതി, ഫെബ്രുവരി 24-ാം തീയതി പുലർച്ചെ ഒരു ടെലിഫോൺ എന്നെ തേടി എത്തുന്നത്. ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരു ബ്രിട്ടനിലെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു കുട്ടിയുടെ ലിവർ ആ ഫാമിലി ദാനം നൽകാൻ ഏറ്റിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 1 hour ഹോസ്പിറ്റലിൽ എത്തുകയാണെങ്കിൽ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം ഒരു നിമിത്തങ്ങളായിരുന്നു. അതായത് സാധാരണഗതിയിൽ UK-യിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ മരിച്ച ആളുടെ ഓർഗൻ കിട്ടുക എന്നത് അവിടുത്തെ ആ നാട്ടുകാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ആ നാട്ടുകാർ ക്യൂലുണ്ട്. ഒരു 78 ആളുകളോളം ലിസ്റ്റിലുണ്ടായിരുന്നു. ഈ 78 ആളുകൾക്കും ഈ മാച്ച് ആയില്ലെങ്കിൽ മാത്രമേ എനിക്കിത് മാച്ചാവുള്ളൂ, എനിക്ക് കിട്ടുള്ളൂ. പക്ഷേ 78 ആളുകൾക്ക് മാച്ച് ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റായി വന്നത്. അതാണ് ദൈവത്തിൻ്റെ, എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇറ്റ് ഈസ് എ മിറാക്കിൾ മാൻ, യു ആർ എ വെരി ഫോർച്ചുനേറ്റ് ആൻഡ് ലക്കി ഗായ്. ദൈവം നിനക്കായിട്ട് ആരുടെയോ ലിവർ ഒരുക്കി വെച്ചതുപോലെ എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് രാജകുടുംബത്തോടാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. രക്തം പോലെ തന്നെ അവയവദാനത്തെക്കുറിച്ചും വ്യാപകമായ ബോധവൽക്കരണം അനിവാര്യമാണെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നു. ഇനി ദാനം ചെയ്യാൻ തയ്യാറായാൽ പോലും നിയമത്തിന്റെ നൂലാമാലകൾ ഒട്ടേറെയുണ്ട്. ദുരുപയോഗം ചെയ്യപ്പെടാത്ത രീതിയിൽ നിയമത്തിലും ഇളവുണ്ടാകണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഈ സമൂഹം മറന്നേച്ചു പോയ അല്ലെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ഈ അവയവദാനം. അപ്പോൾ ആ അവയവദാനം അത് നമ്മുടെ കൾച്ചറിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാക്കണമെന്ന്, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. കേരളത്തിലും ഇതുപോലത്തെ ഒരു അവസ്ഥാവിശേഷം സംജാതമാവേണ്ടതുണ്ട്. അതിവിടെ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും രംഗത്ത് വരണം എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. 2 പതിറ്റാണ്ടോളം UAEയിലെ മത, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ രംഗത്ത് നിറഞ്ഞുനിന്ന പുത്തൂർ റഹ്മാൻ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. ആരോഗ്യപരമായ കാരണങ്ങളാൽ 10 വർഷത്തോളം മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നുവെങ്കിലും കൂടുതൽ കർമ്മനിരതനായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇദ്ദേഹം. ഇനി ശിഷ്ടകാല ജീവിതം സമൂഹ നന്മയ്ക്കായി നീക്കിവെക്കുകയാണ് പുത്തൂർ റഹ്മാൻ. ഭാര്യ റംലയും മക്കളായ സജ്ന, ഷബ്ന, അമീൻ, അമീർ എന്നിവരും സർവ പിന്തുണയുമായി രംഗത്തുണ്ട്. ഉയർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കയറുമ്പോഴും മാതാവ് മറിയത്തിന്റെ വാക്കുകളാണ് പുത്തൂർ റഹ്മാൻ എന്നും നെഞ്ചോട് ചേർക്കുന്നത്. ഉമ്മ ഇപ്പോഴും പറയുന്നത്, മോനെ നീ എവിടെ പോകുമ്പോഴും ആളുകൾ നിന്ന് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കണം, ചിരിക്കണം ആളുകൾ. അങ്ങനത്തെ അവസ്ഥയിൽ ഇനി ചെല്ലണം ആളുകളുടെ അടുത്ത്. നീ വരുമ്പോൾ, മടങ്ങിപ്പോകുമ്പോൾ ആളുകൾ കരയണം. കരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ യു ആർ ഇൻ ദ
അവരുടെ മനസ്സിൽ ചേക്കേറി എന്നാണ് എൻ്റെ അർത്ഥം.